ആശാനെ ഒരു ശ്മശാന മൂകത. ഇവിടെ ആരും ഇല്ലേ? ഞാനിവിടെ നിൽക്കുന്നത് കണ്ടൂടാ തെണ്ടി. അതിപ്പോ ഞാൻ അവിടെ ആരും ഇല്ല. എന്നാ അവിടെ ആരും ഇല്ലെന്ന് ചോദിക്കാം. അവിടെ ആരും ഇല്ലേ? നോക്ക നക്കാനോ എന്തോ തിന്നാൻ കൊണ്ടുവരുവാ. ഉണ്ണിയപ്പോണെങ്കിൽ ഞാൻ എടുക്കും. മനസ്സിലായില്ല. അന്തപുരത്തിലെ അമ്മച്ചിയുടെ പേരെന്താ? ഞാൻ അനന്തൻ. ഞാൻ അനന്തനോ? അനന്ത പത്മനാഭൻ. അമ്മച്ചയല്ല. എന്നാൽ അകത്തേക്ക് പോയി പറയാ, ഉളിയന്നൂർ ആശാരി വന്നിരിക്കണൂന്ന്. വെറും ആശാരിയല്ല, മൂത്താശാരി. അത്ര മൂത്തിട്ടൊന്നും ഇല്ല. നല്ല അരളി പൂത്ത മണം. അരളിപൂത്ത മണമല്ല, പിന്നെ അവിടെ ആണലി പെറ്റെടുത്ത മണോ. എന്താ കാണുന്ന? അയ്യോ പാമ്പ്, നീ അങ്ങോട്ടോട്, ഞാൻ എങ്ങോട്ടെങ്കിലും ഓടാം. വടക്കിന് കൂടാതെ മറ്റു ഗ്രഹങ്ങൾ ഉണ്ടായാൽ അതിനെ ഹിരണ്യനാഭി എന്ന് പറയും. ഇത്തരം ഭവനങ്ങളിൽ പാർത്താൽ സർവൈശ്വര്യങ്ങളും ധനപുഷ്ടിയുമാണ് ഫലം. പക്ഷേ നമുക്ക് അധ്വാനിക്കേണ്ടി വരും. പാമ്പ് വേലാതിന്റെ വീട്ടിലേക്കാണ് പണിക്ക് വിളിച്ചതെന്ന് അറിയില്ലായിരുന്നു. അമ്മായി അമ്മ പെറ്റ് കിടക്കുന്ന പോലെയല്ല ആണലി പെറ്റ് കിടക്കുന്ന കാര്യം പറയുന്നേ. സ്വാമി ഉളിയന്നൂർ തച്ചൻ എന്ന് പറയും. ഉളിയന്നൂർ തച്ചൻ ഉളി പിടിക്കുമ്പോൾ കൈവിറയ്ക്കോ? ഇല്ല, ഉളി വിറയ്ക്കും. ആരോടാണോ നിന്റെ തമാശ? അതെ, ഉളിയന്നൂർ തച്ചന്റെ താവഴിക്ക് വികടത്തം പൈതൃക സ്വത്താണ്. അതിന് ഈ ഭൂമി മലയാളത്തിൽ മരുന്നില്ല. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് വിളിപ്പിച്ചത്. എന്തിനാണാവോ? മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ തെറ്റാതെ ചൊല്ലാൻ അറിയാമോ? അറിയാമോന്ന്. തെറ്റു പറ്റിയാൽ 100 ആവർത്തി ഇമ്പോസിഷൻ എഴുതിക്കോളാവേ. ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും. ശരി, ക്ഷമിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ. ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാവൂ. വ്രതമുണ്ട്. എന്നെ കുളത്തിക്കൊണ്ടിട്ട കുളത്തിലെ മീനുകളെല്ലാം ചത്തു പെരുവും. നിശ്ചയ ഞാൻ ജപിക്കുന്നത് അതേപോലെ ആവർത്തിക്കുക എല്ലാവരും. നേരത്തെ പറഞ്ഞു ഇനി മേലാൽ ആവർത്തിക്കരുതെന്ന്. ഇപ്പൊ പറയുന്ന ആവർത്തിക്കണമെന്ന്. ഞാനിതിലേതാ വിശ്വസിക്കണ്ടേ? എന്റെ മണി കുശവ, ആചാര്യം പറഞ്ഞ അനുസരിച്ചാ മതി. ഓ, പൂർവാഗ്നേയീ ദക്ഷിണാച പൂർവാഗ്നേയീ ദക്ഷിണാച നൈര്യതീ പശ്ചിമാ തഥാ നൈര്യതീ പശ്ചിമാ തഥാ വായവീ ചോത്തരൈ ശാനി വായവീ ചോദരീ ശനി ദിശാ അഷ്ടവിമാ സ്മൃത ദിശാഷ്ടവിമാ സ്മൃത ആരും കണ്ണു തുറക്കരുത്. എന്ത് ശബ്ദം കേട്ടാലും ജപം നിർത്തരുത്. ചോര കണ്ടാൽ ഞെട്ടരുത്. ധീരരായ എന്റെ ശിഷ്യന്മാർ പോലും ഭയന്നിരിക്കുന്നു. ഇനി മതിയാക്ക നിന്റെ വായ്പാട്ടം. ആയുധപ്രയോഗം ബ്രാഹ്മണനെ വിധിച്ചിട്ടുള്ളതല്ല. എങ്കിലും ഞാനത് ചെയ്യും. അറുത്തെടുക്കും നിന്റെ നാവ് ഞാൻ. നീ മുടിയഴിച്ചിട്ട് കൂളിയെപ്പോലെ കൂവി ആരെയും നീ പരിഹസിക്കില്ല. ഓം വിശ്വകർമ്മണ്യേ നമഃ. ഇനി നിന്റെ നാവ് ചലിക്കില്ല. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. രാത്രി ആയി കഴിഞ്ഞാൽ യക്ഷികളുടെ ഫാഷൻ ഷോ കണ്ടു മടുത്തു. ദാഹിക്കുമ്പോ ഷാർജ ഷേക്ക് കുടിക്കുന്ന പോലല്ലേ രക്തം കുടിക്കുന്ന ചരക്കകത്ത് കൂടിയിരിക്കുന്നത്. ഇനി ഞാനിവിടെ നിന്നാൽ എന്റെ ജീവിതം വവ്വാല് ചപ്പിയ മാങ്ങ.
അവിടെ നിൽക്കുക. തിരിഞ്ഞു നോക്കില്ല ഞാൻ. ഇതുവരെ ചെയ്ത പണിയുടെ കൂലി ഈ ഓട്ട് കിണ്ടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. മുതലായിട്ടല്ല, കൂലി തന്നില്ലെങ്കിൽ തച്ചന്റെ ശാപം നിങ്ങളുടെ തലയിരിക്കും. എന്നാൽ വരട്ടെ. നീ പോവില്ല രൗത്തമ. ഗുരുവിന്റെ സമ്മതമില്ലാതെ നീ മനയുടെ അതിർത്തി കടക്കില്ല. കടന്നാൽ നിന്റെ 2 കാലും തളർവാദം വന്ന് ശോഷിച്ച് ഈർക്കിൽ പോലാകും. ശിഷ്ടകാലം ഭൂമിയിൽ പാമ്പിനെ പോലെ ഇഴഞ്ഞു നടക്കുന്നീ. ഓർത്തു നിൽക്കുക. അതിനോട് ആരാ പോന്നെ? അളയാ നിൽക്ക. ഞാൻ എന്നെ കൊന്നിട്ട് പോരെ. നോക്കുക, നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. എന്റെ മുത്തച്ഛൻ കോപ്പൻ, അയാള് പണിത വീടാത്രേ. അന്നേ 2 ഉത്തരവും ഇതിന്നൊരു തൂണും അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് ഈ യക്ഷിപ്പറമ്പ് തൂക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈട്ടിക്കും തേക്കനൊക്കെ എന്താ വില? എന്തോ കിലുങ്ങുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്നോണ്ടായിരിക്കും. ഇരിക്ക. യമനെ കൊന്നിയാമ്പ കൊമ്മിട്ടിരിക്കുന്ന പാർട്ടിയായ യക്ഷിപ്പറമ്പെന്ന് പറഞ്ഞത് പിടിച്ചില്ലായിരിക്കും. സാവിത്രി അമ്മേ, എന്നെ കൊല്ലരുത്. ഞാൻ സാവിത്രിയല്ല, തുളസിയാ. അതിനിടയ്ക്ക് പേരും മാറ്റിയോ? മാധവേട്ടനില്ലേ? അടുത്തു വരരുത്. അടുത്തു വന്നാൽ പേടിച്ച് മൂത്രമൊഴിച്ചു കളയും ഞാൻ. മാധവേട്ടൻ എവിടെ? മാധവേട്ടൻ എവിടെ? മാധവേട്ടനോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. തലയ്ക്ക് വെളിവില്ലാത്ത 3-4 നമ്പൂരി ചെക്കന്മാരെ പിടിച്ച് അടുപ്പിന് ചുറ്റും ഇരുത്തിയിട്ട് സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞു കുറച്ച് എണ്ണയും കോരി ഒഴിച്ചാൽ ഒരു യക്ഷിയും തളയ്ക്കാൻ പറ്റില്ല. യക്ഷിയെ തളയ്ക്കണമെങ്കിൽ ഏഷ്യാനെറ്റിലെ കടമറ്റത്ത് കത്തനാർ തന്നെ വരണം. അത് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ കത്തനാർ സീരിയലിൽ കണ്ടിട്ടുണ്ട്. അതിലാണെങ്കിൽ ഒരു കൊച്ചു കിണറ്റിൽ വീണ് ചത്തപ്പോ കത്തനാർ ഇങ്ങനെ വടിയെടുത്ത് ഇങ്ങനെ കാണിച്ചേ ഉള്ളൂ. ആ കൊച്ചു ജീവനോടെ കയറി വന്നു. അത് ഏഴില്ലാതെ. നിർത്ത. തുളസിയെ കൊണ്ടാക്കാൻ ആരും വന്നില്ല. വരിക. ഇവിടെ യക്ഷിയുടെ മറവിൽ സ്ത്രീകൾ വരുന്നു, ജപങ്ങൾ മുറയ്ക്ക് നടക്കുന്നു. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ ഉറക്കമുണ്ട്. കല്യാണകാരണിയായി സദസായി കല്യാഭിലാഷ സമുദായിനിയായി സിദ്ധിയായി മൂലപ്രകൃതിയായി വർത്തിക്കും. സിസ്റ്റേഴ്സ്, ഈ അടുപ്പിൽ പാലുകാച്ചൻ തീരുമാനിച്ചോ? നന്നായി. ഞാൻ ഫയർ എഞ്ചിൻ വിളിച്ചിട്ട് വരാം. ആദികേശവ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ഉയിര് കിടന്നാൽ നിനക്ക് വായിച്ചെങ്കിലും ജീവിക്കാം. തുളസി, അന്നപതിയായ അഗ്നിയെയും മഹാലക്ഷ്മിയെയും മനസ്സിൽ ധ്യാനിച്ച് നെല്ലൂർ മനയിലെ അഗ്നിശാലയെ ഞാൻ വീണ്ടും ഉണർത്താൻ പോകുന്നു. അത് നിന്റെ കൈകൊണ്ട് തന്നെ വേണം. പേടിയുണ്ടോ? കുട്ടേട്ടാ, വേണ്ട. ഈ അടുപ്പിൽ നില തീ പിടിച്ചിട്ടുണ്ട് അച്ഛൻ. നിന്റെ അച്ഛനെ കൊന്ന സാവിത്രിയുടെ പട്ടടയ്ക്കാണ് നീ തീ കൊളുത്താൻ പോകുന്നത്. പറഞ്ഞതനുസരിക്ക്. ഏതു തച്ചനും വർജിക്കേണ്ട വായു കോണിലാണ് ഈ വീടിന്റെ അടുക്കള. അനന്ത, ആഞ്ഞു വീശുന്ന കിഴക്കൻ കാറ്റിന് ഗതി തടയി. എവിടെ കാട്ടുതീ പോലെ ആളിപ്പടരുന്ന സാവിത്രിയുടെ പ്രതികാരാഗ്നി? എവിടെ ഹരിനാരായണനെ കൊന്ന ശവദാഹികളായ തീനാമ്പുകൾ? സ്വയരക്ഷയ്ക്കായി എന്തും ചെയ്യാൻ മടിക്കില്ല. അച്ഛനോ മക്കളോ, അതോ കീഴടങ്ങാൻ മടിക്കുന്ന ഈ ദുഷ്ടരാക്ഷസി? ആരായാലും
ഈ പിത്തലാട്ടങ്ങൾ കണ്ട് ഭയപ്പെടുന്നവനല്ല മാധവൻ. അതെ, എല്ലാരും വരിക. അടുപ്പിൽ പാല് തളിച്ചു തൂവി. പൂർവികരുടെ കാലത്ത് നടക്കാതെ പോയ ഗൃഹപ്രവേശം ഇപ്പോഴാ നടന്നത്. ഇപ്പൊ ഇതൊരു വീടായി. അതെ, ഇതൊരു ലക്ഷണമൊത്ത മനുഷ്യാലയമാകാൻ പോകും. നിനക്ക് ഞാൻ തന്ന വാക്ക് പാലിക്കാൻ കുട്ടേട്ടൻ ഒരു അല്പ ദൂരം കൂടെ സഞ്ചരിച്ചാൽ മതി. പ്രാർത്ഥിക്കുന്നേ, സാവിത്രിയുടെ അന്ത്യം കാണാൻ കാത്തിരിക്കുന്ന നിന്റെ പൂർവികരുടെ ആശീർവാദത്തിന്. അയ്യോ, ആരാ? എനിക്കും അറിയില്ല. എന്താ പറ്റി? ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു ഓടിയതാ. വലിയ കുരുങ്ങി. 8 കാലിയുടെ അല്ല, ഇതേതോ 10-28 കാലിയുടെ ആണെന്ന് തോന്നുന്നു. നമസ്കാരം. എന്നെ മനസ്സിലാവുന്നില്ലേ? ഭാഗ്യം, യക്ഷിക്കും മനസ്സിലാകാതിരുന്ന മതിയായിരുന്നു. ഇനി ഈ വല മാറ്റണ്ട. ഇനി ഒരിടം കൂടിയേ ബാക്കിയുള്ളൂ. ആ കൊലയാളി വാവലുകൾ പാറിപ്പറക്കുന്ന ആ മുറി. ആ ക്ഷേത്രത്തിൽ ഭുവനേശ്വരിക്ക് മാത്രമല്ല പ്രതിഷ്ഠ. പാലച്ചൂട്ടിൽ താത്രിക്കുമുണ്ട്. അവിടെ വിളക്ക് വെച്ച് തൊഴുതു നിൽക്കുന്നു മറ്റൊരു യക്ഷി. ആരാ? നിന്റെ അടുത്തി തുളസിയുടെ അകത്തുണ്ട്. അവള് മച്ചില് വിളക്ക് വെക്കാൻ ഒരുങ്ങ. എന്ത് വിട്ടിത്താ നീ കാണിച്ചത്? അവളെ ഒറ്റയ്ക്ക് മച്ചിലേക്ക് അയച്ചിട്ട് നീ ഇവിടെ വന്ന് നിൽക്ക. യക്ഷി പിടിച്ച് എല്ലാം കൂടെ ചെന്ന് കയറിക്കൊടി. ഇന്ന് ഒരുമിച്ച് പൊലകുളി അടിയന്തരം കൊണ്ടാടാം. ചാകുന്നതുവരെ നിന്നെ ഞാൻ കൊല്ലും. ഞാനൊന്ന് പറയട്ടെ. ആണയിട്ട് പറയടാ. എന്റെ കുഞ്ഞുണ്ണിയെ ഈ നീർക്കുഴിയിലിട്ട് കൊന്നത് നീയല്ലേ? ജന്മം പിഴച്ച ദുഷ്ടനും മന്ത്രമില്ലാത്ത ദുർദേവതയും നശിക്കും. ഭൂമിയിൽ നശിക്കണം. നീചൻ നീതിയുടെ ശാസനകൾ അനുസരിച്ചേ പറ്റൂ. നിശ്ചയിക്കപ്പെട്ട മരണമാണ് നിന്റേത്. കൊണ്ടുപോയിക്കോളൂ. കൊണ്ടുപോയി തിന്ന സാവിത്രി നിന്റെ മകനെ. നീ പോ മാധവ. നിന്റെ ശവവും കാത്ത് എന്റെ അച്ഛൻ ചെമ്പ്രപ്പുഴക്കരയിൽ കാത്തു നിൽപ്പുണ്ട്. ഓ മുങ്ങിച്ചാവ്. കുട്ടേട്ടനോ? അവിടെ കാണും. അല്ലല്ല, അവിടെ 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 അവിടെ. ഹേയ്, വടക്കിനി കാണും. വടക്കിനി അല്ല, തെക്കിനി തെക്കിനി തെക്കിനി. ഈ ഭൂഗോളം മുഴുവൻ പോയി തരേ. നെല്ലൂർ മനക്കിലെ ഇല്ലത്തമ്മേ, തൃശൂലമേന്തിയ നിന്റെ കുട്ടേട്ടൻ മരിക്കാതിരിക്കണമായിരുന്നെങ്കിൽ അവൻ എന്റെ മുന്നിൽ വരാതിരിക്കണമായിരുന്നു. നാളെ രാവിലെ
പുഴയിലിറങ്ങി തപ്പിയാ മതി, അപ്പോഴേ പൊങ്ങൂ.